जलते हैं जिसके लिए तेरी आंखों के दिए ढूंढ लाया हूँ वही गीत में तेरे लिए. ചരിത്രവും രാഷ്ട്രീയവും പോലെ, സാഹിത്യവും സാമൂഹ്യ പ്രവർത്തനവും പോലെ കളിയും സംഗീതവുമെല്ലാം കടവനാട് സാറിൽ നിറഞ്ഞൊഴുകി. അതിന്റെ ആഴവും പരപ്പും അഗാധതയും നീലിമയുമെല്ലാം സാറിൽ അലിഞ്ഞവരെയൊക്കെ തഴുകി. കടവനാട് മുഹമ്മദ് എന്ന കടവനാട് സാർ, നമ്മുടെ എല്ലാം സാറ്, സ്നേഹത്തിന്റെ ലോക ചരിത്രം പഠിപ്പിച്ച് അകതാരിൽ അറിവിന്റെ നാളം കൊളുത്തി ജീവിതത്തിന്റെ തത്വജ്ഞാനമേകി ഞൊടിയുടെ ഒരു അവധൂത യാത്ര നടത്തി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥന്മാരിൽ ഒരാളായിരുന്നു കടവനാട് മുഹമ്മദ് സാർ. പ്രീ ഡിഗ്രി ക്ലാസ്സിൽ ലോകചരിത്രം പഠിപ്പിച്ചത് കടവനാട് സാറാണ്. അക്കാലത്ത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പിൽ ഒരു കൊല്ലം സോഷ്യൽ സയൻസ് പഠിക്കാനുണ്ട്. അന്ന് ഞങ്ങൾ വിദ്യാർത്ഥികളെക്കാൾ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല കടവനാട് സാറിന്. അക്കാലത്തും തോളിൽ കൈയിട്ട് കൂട്ടുകാരെ പോലെയാണ് അദ്ദേഹം കുട്ടികളോട് പെരുമാറുക. അതിനുശേഷം എത്രയോ കർമ്മരംഗങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായി. അന്നൊക്കെ ഒരു സുഹൃത്തായി, സഹോദരനായി, അധ്യാപകനായി, വഴികാട്ടിയായി, പലപ്പോഴും ഹൃദയത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള മിത്രമായി കടവനാട് സാർ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. ശിഷ്യന്മാരുടെ ജീവിത വിജയങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ഒരു ഗുരുനാഥനാണ്. എത്രയോ വേദികളിൽ അത് അദ്ദേഹം നേരിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. ഒന്നാന്തരം ഗാന്ധിയനായിരുന്നു. ഗാന്ധിയൻ മൂല്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുനടന്ന ഒരാളാണ്. കറകളഞ്ഞ മതേതരവാദിയായിട്ട് ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം സംസ്കാര സമ്പന്നമായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തും പ്രവൃത്തിയും രാഷ്ട്രീയവും ഒക്കെ മനുഷ്യന് വേണ്ടിയായിരുന്നു. MESന്റെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, MESും ആദരിക്കപ്പെട്ടു, കടവനാട് സാറും ആദരിക്കപ്പെട്ടു. MES എന്ന മഹാപ്രസ്ഥാനത്തിന് അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഒരു വലിയ ശക്തിയായിരുന്നു. ഒടുവിൽ പാർസി മുഹമ്മദ് ഖായുടെ അനുസ്മരണത്തിന് മാറഞ്ചേരിയിൽ വെച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തത്. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ്. കുറേ നേരം അന്ന് ഞങ്ങൾ അടുത്തടുത്തിരുന്നു. ഗുരുവിൻ്റെ അടുത്തിരിക്കുക എന്നതിന് ഉപനിഷത്ത് എന്നൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ ആ ഉപനിഷത്ത് ഞാൻ അനുഭവിച്ചു. പോരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിച്ച് എഴുന്നേറ്റ സമയത്ത് എൻ്റെ തോളിൽ പിടിച്ച് കടവനാട് സാറും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഗീതാകൃഷ്ണ, ഇങ്ങനെ തോളിൽ പിടിച്ച് നിൽക്കാൻ പോകുന്ന ശിഷ്യന്മാരുണ്ടാവുന്നതാണോ ഭാഗ്യം. ആ കണ്ണുകളിൽ കുറച്ചു നേരം നോക്കി നിന്നതും ആ വാത്സല്യം അനുഭവിച്ചതും ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അത് അവസാനത്തെ അനുഗ്രഹമാണെന്ന് വിചാരിച്ചില്ല. ആ കാൽ തൊട്ട് വന്ദിച്ചത് അവസാനത്തെ പ്രണാമമാണെന്നും വിചാരിച്ചില്ല. സത്യത്തിൽ എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ പൊന്നാനിയുടെ മതേതര മാനവിക സംസ്കാരം ഹൃദയത്തിൽ കൊണ്ടു നടന്ന കടവനാടിൻ്റെ നഷ്ടം ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും വേദനയുണ്ടാക്കുന്നതാണ്, നികത്താനാവാത്തതുമാണ്. MESനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. തീർച്ചയായും ഇത്തരം ഗുരുനാഥന്മാരാണ് നവോത്ഥാനാനന്തര കേരളത്തെ ഇന്ന് നാം കാണുന്ന വിധത്തിൽ മതേതരമാക്കിയത്. കരയെത്തും വരെ ഓരോ തിരയെയും കാക്കുന്നില്ലേ വൻകടൽ എന്ന റൂമി വചനം പോലെ ആ മനുഷ്യൻ നമ്മൾ ശിഷ്യരെയെല്ലാം കരയെടുക്കാതെ കടലെടുക്കാതെ സംരക്ഷിച്ചു നിർത്തി. നമ്മൾ ഏകലോകക്കാർ, പൊന്നാനിക്കാർ എന്ന് പൊന്നാനിയിൽ നിന്ന് വിശ്വമാനവികതയിലേക്ക് ഒരു പാലം പണിതു. സകല കർമ്മങ്ങൾക്കും മഹത്വമുള്ള ആ ജീവിതരേഖ സാക്ഷ്യം പറഞ്ഞു. അതിതാണ്: കുഴിവെട്ടിമൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ എന്ന് പൊന്നാനിയിൽ നിന്ന് പാടിയ ഇടശ്ശേരിയുടെ പിന്മുറക്കാരൻ. പിന്നീട് നീണ്ട 50 ആണ്ടുകൾ ഇതേ മന്ത്രം കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് തുടർച്ചയായി ആവർത്തിച്ച് നമ്മോട് സംവദിച്ചയാൾ. ചരിത്രാധ്യാപകനായും എഴുത്തുകാരനായും സുഹൃത്തായും അരനൂറ്റാണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച വാഗ്മി പ്രൊഫസർ കടവനാട് മുഹമ്മദ്, നമ്മുടെയൊക്കെ കടവനാട് സാർ. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ നമ്മുടെ പൊന്നാനിയിൽ കടവനാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ 1945 മെയ്യിൽ അദ്ദേഹം ജനിച്ചു. പൂക്കൈതക്കടവും കനോലി കനാലും അറബിക്കടലുമെല്ലാം സംഗമിച്ച നിളമണൽ തരികളിൽ ബാല്യകാലം. പൊന്നാനി MI ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം. 1967 കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദം. അന്നുതൊട്ടേ രാഷ്ട്രീയ വിഷയങ്ങളിൽ ക്രാന്തദർശിയായ വിദ്യാർത്ഥി. തുടർന്ന് 1969
ഇന്ത്യയിലെ ഉന്നത യൂണിവേഴ്സിറ്റികളിലൊന്നായ അലിഗർ മുസ്ലിം സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം. ശേഷം 1970 മുതൽ 3 പതിറ്റാണ്ട് കാലം MES പൊന്നാനി കോളേജിൽ ചരിത്രാധ്യാപകൻ. 80കളുടെ തുടക്കത്തിൽ രാഷ്ട്രീയ രംഗത്ത് സക്രിയമായ സാന്നിധ്യമായി മാറി. പ്രഭാഷണ കലയിലെ ചാതുര്യം തിരയടിച്ച കാലം. പ്രഭാഷകനായും പരിഭാഷകനായും പൊതുവേദികളിൽ നിറഞ്ഞു നിന്നു. 1988 മുതൽ 1995 വരെ പൊന്നാനി നഗരസഭാ കൗൺസിലറായി. പ്രതിഭകളെ ഒരു തിരക്കും തളച്ചിടാനാകില്ലെന്ന ചൊല്ല് അന്വർത്ഥമാക്കും വിധം 90കളിൽ സജീവ രാഷ്ട്രീയ രംഗം ഉപേക്ഷിച്ച് എഴുത്തിന്റെ ലോകത്തേക്ക് ചുവടുമാറി. ആനുകാലികങ്ങളിലും ദിനപത്രങ്ങളിലും നിരന്തരം ലേഖനങ്ങൾ എഴുതി. മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ പ്രൊഫസർ കടവനാട് മുഹമ്മദ് എന്ന ബൈലൈൻ സ്ഥിരമായി പ്രത്യക്ഷപ്പെട്ടു. ചിരിയും ചിന്തയും ജ്വലിച്ചു ചേർന്ന മിഡിൽ പീസുകൾക്ക് ധാരാളം വായനക്കാരും ആരാധകരുമുണ്ടായി. 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 2000-ൽ MES പൊന്നാനി കോളേജിലെ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച് അതേ കോളേജിലെ തന്നെ ഭരണ നേതൃത്വം ഏറ്റെടുത്തു. 2000 മുതൽ 2013 വരെ തുടർച്ചയായി 13 വർഷക്കാലം കോളേജിന്റെ സെക്രട്ടറിയായി മാറി. MES എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. 2013 മുതൽ 2017 വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറായി. MES ജില്ലാ സെക്രട്ടറി, എയ്ഡഡ് കോളേജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സംസ്ഥാന ട്രഷറർ എന്നീ പദവികൾ തേടിയെത്തി. MES കോളേജുകളിലേക്ക് നിരവധി പുതിയ അധ്യാപകരെ കണ്ടെത്തി അപ്പോയിന്റ്മെന്റ് നൽകി. സംഘടനാ പ്രവർത്തനങ്ങളിൽ അഹോരാത്രം മുഴുകി. 2022-ൽ MES സംസ്ഥാന കമ്മിറ്റിയുടെ ധീരനും കർമ്മോത്സുകനുമായ ജനറൽ സെക്രട്ടറിയായി. അതിന്റെ ഉത്തരവാദിത്തങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമിടയിലാണ് സഹിക്കാനാവാത്ത ഈ വേർപാട്. എഴുത്തിൽ മാതൃഭൂമിയായിരുന്നു കടവനാട് സാറിന്റെ തട്ടകം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും ദിനപത്രത്തിലും ധാരാളം ലേഖനങ്ങൾ എഴുതി. മിഡിൽ പീസുകളിൽ വസുമതി ടീച്ചർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചു. ലബ്ധപ്രതിഷ്ഠ നേടിയ ഒരു ചെറുകഥാകൃത്തിന്റെ ക്രാഫ്റ്റും കയ്യൊതുക്കവുമുള്ള ലേഖനങ്ങൾക്ക് നിരവധി വായനക്കാരുണ്ടായി. ഞാന് വിദേശത്തായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഒരു വീഡിയോ സാന്നിധ്യത്തിലൂടെ അതിൽ പങ്കെടുക്കേണ്ടി വന്നത്. ഞാന് അല്ലെങ്കിൽ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ഒരാളാണ്. കാരണം കടവനാട് മുഹമ്മദിനെ എനിക്ക് വളരെ യൗവനകാലത്ത് അറിയാം. ഞാൻ MA പഠിക്കുമ്പോഴോ PhDക്ക് വർക്ക് ചെയ്യുമ്പോഴൊക്കെ MES ആയിട്ട് ബന്ധപ്പെട്ട ചില സെമിനാറുകളിലും ചില മീറ്റിങ്ങുകളൊക്കെ വെച്ചാണ് അദ്ദേഹത്തെ കണ്ട് പരിചയപ്പെട്ടത്. അതിനു മുമ്പ് എനിക്ക് അദ്ദേഹത്തെ അറിയാം. കാരണം മാതൃഭൂമി ദിനപത്രത്തിലും വീക്കിലിയിലൊക്കെ കണ്ടിരുന്ന പേരുകളിലൊന്നാണ് കടവനാട് മുഹമ്മദ്. അന്ന് പിന്നെ സൈക്കോ, അതുപോലെ പഴയ ബാക്കോളിൻസ് നോക്കുമ്പോൾ ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായി, ഇങ്ങനെയൊക്കെയുള്ള അപൂർവമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു മാതൃഭൂമിയിൽ വരിക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മരണവാർത്ത അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും അനാരോഗ്യമുള്ളതായിട്ടോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടോ ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം പൂർവാധികം ഊർജ്ജസ്വലനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പ്രവർത്തന രംഗത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്നെക്കാൾ മൂത്തതാണെങ്കിലും 5 വയസ്സ് മൂത്തതാണെന്ന് ഞാൻ ഇപ്പോഴാണ്, 77 വയസ്സിലാണ് അദ്ദേഹം മരിച്ചതെന്നുള്ള വാർത്ത കാണുമ്പോഴാണ് അറിയുന്നത്. അപ്പോ അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹം MESന്റെ രംഗത്തും ഉണ്ട്. MES 1964 പ്രവർത്തനം ആരംഭിച്ച് തുടക്കത്തിലെ അദ്ദേഹം ഉണ്ട്. പിന്നെ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ അതിനൊക്കെ സമുദായ പരിഷ്കരണം, അതുപോലെ മതേതരത്വം തുടങ്ങിയുള്ള ആധുനിക രാഷ്ട്രീയ മൂല്യങ്ങളിൽ വിശ്വാസമുള്ള ഒരാളാണ് കടവനാട് എന്ന് എനിക്ക് കുട്ടിക്കാലത്തെ അദ്ദേഹത്തെ പറ്റി ഒരു മതിപ്പുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ആധുനിക മതേതര വിദ്യാഭ്യാസം മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് MES ഉടലെടുത്തത്. അതിന്റെ ആ പ്രവർത്തന രംഗത്ത് തുടക്കത്തിലെ അദ്ദേഹം ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിനൊരു മൂല്യം കാണിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എന്റെ സുഹൃത്ത് സലാഹുദ്ദീൻ എന്നോട് പറഞ്ഞത് 100ഓളം ലേഖനങ്ങൾ സമാഹരിക്കപ്പെടാതെ ഉണ്ട്, അദ്ദേഹത്തിന് ഒരു പുസ്തകം വന്നിട്ടില്ല എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു പണി ആ ലേഖനങ്ങൾ സമാഹരിച്ച് പുസ്തകമാക്കുക എന്നുള്ളതാണ്. അതെല്ലാം പുസ്തക രൂപത്തിൽ വരണം എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നുന്നില്ല.
അന്ന് തെരഞ്ഞെടുത്ത ചിലത് വിഷയക്രമം അനുസരിച്ച് ക്രമീകരിച്ച് പുസ്തക രൂപത്തിൽ പുറത്തു കൊണ്ടുവരണം. അതിനുവേണ്ടി തീർച്ചയായിട്ടും MES പ്രവർത്തിക്കും എന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തിന്റെ മുൻ സഹപ്രവർത്തകരോടും പൊന്നാനിക്കാരോടും MESന്റെ എല്ലാ പ്രവർത്തകരോടും ഞാൻ എൻ്റെ അനുശോചനം പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം. പ്രഭാഷണ കലയിലെ അതികായനായിരുന്നു കടവനാട് സാർ. കടലും പുഴയും ഇഴചേരുന്ന അഴിമുഖം പോലെ അറിവും ഭാഷയും പ്രസംഗവേദികളിൽ ചേർന്നൊഴുകി. ആ പ്രഭാഷണഗരിമയുടെ സാഗരഗർജനം സദസ്സിൽ മാറ്റൊലികൊണ്ടു. തിരയൊടുങ്ങാത്ത ആ കാലം കൂടിയാണ് നമ്മളിൽ അസ്തമിച്ചത്. ആകസ്മികമായിട്ട് സംഭവിച്ച ഒരു ദുരന്തം പോലെയാണ്. എന്ന് വെച്ചാൽ അത്രയേറെ നമുക്കൊരു ദുരിതം സംഭവിച്ചതുപോലെയാണ് പ്രിയങ്കരനായ കടവനാട് മുഹമ്മദ് സാഹിബിന്റെ നിര്യാണം. അദ്ദേഹം നമുക്കിടയിൽ വിവിധങ്ങളായ തലങ്ങളിൽ സേവനനിരതനായി നിറഞ്ഞു നിന്ന ഒരു സവിശേഷ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. അദ്ദേഹം മരിച്ചു എന്ന് കേട്ടപ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥ വളരെ ഏറെ വേദനാജനകമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ വാർത്ത കേട്ടപ്പോൾ വളരെ വലിയ ഒരു ദുഃഖം, കഥനം മനസ്സിൽ അനുഭവപ്പെട്ടു. ഇപ്പോഴുണ്ടത്. ദിവസങ്ങൾ കഴിഞ്ഞ് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ഒരു സ്വന്തക്കാരൻ വിട പറഞ്ഞു പോയി. ആ സ്വന്തക്കാരനെ നഷ്ടപ്പെട്ടു. അതിൻ്റെതായ ഒരു ആഘാതം, അതിൻ്റെതായ ഒരു മാനസികമായ വിഷാദം ഇപ്പോഴും നമുക്ക് അനുഭവപ്പെടുകയാണ്. പ്രൊഫസർ കടവനാട് മുഹമ്മദ് ഒട്ടേറെ മേഖലകളിൽ സേവനം ചെയ്ത വ്യക്തിത്വമാണ്. ഏറ്റവും മികവുറ്റ അധ്യാപകൻ, മികച്ചൊരു സംഘാടകൻ, പ്രഗത്ഭനായ ഒരു നേതാവ്, ചരിത്രാന്വേഷകൻ, ചരിത്ര ഗവേഷകൻ, മികവുറ്റ സംഘാടകൻ, അതിലൊക്കെ ഉപരി വളരെ നിസ്വാർത്ഥനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, സാമൂഹിക പ്രവർത്തകൻ, വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ ചാലക ശക്തിയായിട്ട് നിലകൊണ്ട ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ. ഇതെല്ലാമായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്നു, ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു, MESന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഈ മേഖലകളിലെല്ലാം കർമ്മനിരതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച അദ്ദേഹം കൊണ്ടു നടന്നിരുന്നു. പൊതുപ്രവർത്തനം കേവലം പൊതുപ്രവർത്തനത്തിന് വേണ്ടി നടത്തുകയായിരുന്നില്ല പ്രിയങ്കരനായ കടവനാട് ചെയ്തത്. അദ്ദേഹത്തിന്റെ വ്യക്തമായിട്ടുള്ള ദർശനം, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, വീക്ഷണം, അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത്. ആ ഒരു തന്റെ സ്വന്തം ചിന്താപരമായിട്ടുള്ള സരണിയെ പ്രയോഗത്തിൽ വരുത്താനായിരുന്നു അദ്ദേഹത്തിന് പൊതുപ്രവർത്തനം. അത് പല രീതിയിൽ അദ്ദേഹം നിർവഹിച്ചു. വ്യതിരിക്തമായ വ്യക്തമായ വീക്ഷണം, നിലപാട് ഏത് കാര്യത്തിലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതത് കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ, ജനകീയമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ അതിലൊക്കെ നിലപാടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഇടപെട്ടിരുന്നു. അദ്ദേഹം ഒരിക്കലും വിശ്രമിച്ചില്ല. വളരെ തിരക്കുള്ള ഒരു അധ്യാപകനായിരിക്കെ തന്നെയാണ് അദ്ദേഹം തിരക്കുള്ള പൊതുപ്രവർത്തകനുമായത്. അതിനിടയിൽ തന്നെയാണ് രാഷ്ട്രീയത്തിലും ഇടപെട്ട് പ്രവർത്തിച്ചത്. അതിന്റെ കൂടെ തന്നെയാണ് തന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ എല്ലാം കൂടി സംയോജിപ്പിച്ച ഒരു ബഹുമുഖ പ്രവർത്തനം അദ്ദേഹം നിർവഹിച്ചു. സ്വയം തന്നെ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം നല്ല മതവിശ്വാസിയായിരുന്നു, നല്ല മതേതരവാദിയായിരുന്നു. സാമുദായിക സൗഹൃദത്തിന്റെ പ്രാധാന്യം വേണ്ടുവോളം ഗ്രഹിച്ച, അത് തന്റെ പ്രവർത്തനത്തിന്റെ ആധാരശിലയാക്കി തീർത്ത ഒരു ശരിയായ ഇന്ത്യക്കാരൻ ആയിരുന്നു അദ്ദേഹം. ആ അർത്ഥത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ഒരു പ്രത്യേകമായിട്ടുള്ള ദിശാബോധത്തോടെ അദ്ദേഹം നീങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ലക്ഷ്യബോധത്തിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടായിരുന്നു. സമൂഹങ്ങളെ, ജനവിഭാഗങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന കണ്ണിയായിക്കൊണ്ടാണ് അദ്ദേഹം വർത്തിച്ചത്. ഒരുമയാണ്, രഞ്ജിപ്പാണ്, യോജിപ്പാണ്. ഒരിക്കലും അദ്ദേഹം അകൽച്ചയുടെയോ വൈരത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ യാതൊരു രീതിയിലുള്ള വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉള്ള ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല.
മനുഷ്യസ്നേഹത്തിൽ നിന്ന് പ്രഭവം കൊണ്ട പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം തൻ്റെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമെല്ലാം ഏറ്റെടുത്ത് നിർവഹിക്കുകയുണ്ടായത്. ഇതൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച്, നമ്മൾ പലരും സംബന്ധിച്ചു, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ സംബന്ധിച്ചു, പ്രൊഫസർ കടവനാട് മുഹമ്മദ് സാഹിബ് ഇതൊക്കെ ആണെങ്കിലും അതുകൊണ്ട് മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ അതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ ദുഃഖം ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ വലുത് തന്നെയാണ്. ഈ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ ഇത്രയേറെ ആഴത്തിലുള്ള ദുഃഖം ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ യഥാർത്ഥ കാരണം അദ്ദേഹത്തിൻ്റെ സ്നേഹസമ്പന്നമായ വ്യക്തിത്വമാണ്. അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. ഒരു ഉറ്റമിത്രം എന്ന് പറയാവുന്ന മാതിരി പരസ്പരം വിശ്വസിക്കാവുന്ന, അങ്ങോട്ടെല്ലാം പറയാവുന്ന, എന്തും പങ്കുവെക്കാവുന്ന, ഭരമേൽപ്പിക്കാവുന്ന ഏത് അഭിപ്രായങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്വതന്ത്രമായി ഒരാശങ്കയും ഉത്കണ്ഠയും കൂടാതെ കൈമാറാനുള്ളതായ ഒരു വ്യക്തിബന്ധത്തിൻ്റെ പാരസ്പര്യം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നു. സാമൂഹിക പ്രവർത്തനമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു കടവനാട് സാറിന്റെ ജീവിതം. ഏറ്റവും ഒടുവിൽ തീരവാസികൾക്ക് വേണ്ടി MES പൊന്നാനി കോളേജിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ സാറിന്റെ നിറസാന്നിധ്യമുണ്ടായി. ആരെക്കാളും ആരോഗ്യവാനായി ഊർജവും ഉണർവുമേകിയ ആ നേതൃപാടവം ഇനി പൊന്നാനിക്കില്ലെന്ന് അന്ന് സുഹൃത്തുക്കൾ ആരും അറിഞ്ഞതേയില്ല. സൗഹൃദമായിരുന്നുവല്ലോ കടവനാട് സാറിന്റെ വലിയ ദൗർബല്യം. MES പൊന്നാനി കോളേജിനെ കുറിച്ച് കടവനാട് സാർ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ പേര് പടിഞ്ഞാറുദിച്ച സൂര്യൻ എന്നായിരുന്നു. കടവനാട് സാർ എന്ന നമ്മുടെ സൂര്യൻ ജ്വലിച്ച് പ്രകാശം പരത്തി പടിഞ്ഞാറസ്തമിച്ചു. യാത്ര പറയുന്നില്ല. മുന്നറിയിപ്പില്ലാതെ ഒരു പുഴ ഒരു വളവിൽ അപ്രത്യക്ഷമാവുകയാണെങ്കിൽ അതൊരു പ്രതീക്ഷയാണ്. മറ്റൊരിടത്ത് കണ്ടുമുട്ടാമെന്ന വാഗ്ദാനമാണ്. യാത്ര ചോദിക്കാതെ പിരിഞ്ഞു പോയതൊക്കെയും പിന്നെയും വരും. എപ്പോൾ എന്ന് പറയുവാനാകില്ല. 2000 മാർച്ച് 31 പൊന്നാനി MES കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് MESൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമാകുന്നത്. ഞാൻ അപ്പോഴൊക്കെ ചിന്തിച്ചിരുന്നത്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഈ ആളുകൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കണം, ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഞാനൊരു പുതിയ ഞാനായി മാറുന്നു എന്നുള്ള ചിന്ത അതെന്നെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് ഒരു 5-10 വർഷം മുമ്പ് ഞാനന്ന് 9ാം ക്ലാസ്സിലാണ്. എന്റെ ഓർമ്മ, ഒരു ചരിത്രാധ്യാപകൻ എന്നുള്ള നിലക്ക് ഒരു ചെറിയൊരു ചോദ്യം കൂടി നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുകയാണ്. ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധങ്ങൾക്ക് 2 യുദ്ധങ്ങൾക്ക് നമ്മൾ പേരിട്ടിട്ടുള്ളത് ലോകമഹായുദ്ധങ്ങൾ എന്നാണ്. ഞാൻ പ്രൊഫസർ കടവനാട് മുഹമ്മദ്.